ലോഡ്സ് മുറിയിൽ ഭാര്യയെ നഗ്നയാക്കി കെട്ടി തൂക്കിക്കൊന്നു. ജീവപര്യന്തം ശിക്ഷ ശരിവെച്ച് കോടതി. ലോഡ്സ് മുറിയിൽ നഗ്നയായി യുവതി തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കോടതി. കേരളത്തിലെ സ്ത്രീകളാരും നഗ്നയായി ആത്മഹത്യ ചെയ്യുമെന്ന് കരുതാൻ കഴിയില്ലെന്നും അതൊരു കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായും അതുകൊണ്ട് തന്നെ ഈ സംഭവം ആത്മഹത്യാവാദം ദുർബലപ്പെടുത്തുന്നുവെന്നും വിലയിരുത്തിയാണ് ഉത്തരവ്. ഗാർഹിക പീഡന കുറ്റം ഒഴിവാക്കിയ കോടതി പ്രതിയുടെ അമ്മയെ വെറുതെ വിടുകയും ചെയ്തു. പ്രതി ഭാര്യയെ സംശയിച്ചിരുന്നെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. സംശയം ഒരു രോഗമാണെന്നും അതിന് ഉടൻ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ വലുതാകുമെന്നും കോടതി വിധിന്യായത്തിൽ കുറിച്ചിരുന്നു. ഇരുവരും നൽകിയ അപ്പീലിലാണ് കോടതി പരിഗണിച്ചത്. 2010 ജനുവരി 22-നാണ് ലോഡ്ജിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒപ്പമുണ്ടായിരുന്ന യുവാവും കുഞ്ഞും കാണാതായത് സംശയാസ്പദമായ സാഹചര്യങ്ങളാണെന്നും കൊലപാതകത്തോടൊപ്പം തന്നെ ആത്മഹത്യാവാദവും തള്ളിക്കളയാനാകില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ 30 പേരെങ്കിലും മാസം തോറും പോസ്റ്റ്മോർട്ടം നടത്താറുണ്ട്. ഒരു സ്ത്രീ പോലും നഗ്നയായി ആത്മഹത്യ ചെയ്തതായി അനുഭവത്തിലില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് സർജൻ തന്റെ 33 വർഷത്തെ സർവീസ് പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ മൊഴി നൽകിയിരുന്നു. ഒരു ഇന്ത്യൻ സ്ത്രീയും അല്പവസ്ത്രധാരിയായി കടലിൽ ചാടി ജീവനൊടുക്കില്ലെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണവും കോടതി പരിഗണിച്ചു. അഴീക്കൽ സ്വദേശിക്ക് അഡീഷണൽ സെക്ഷൻസ് കോടതി വിധിച്ച ശിക്ഷയാണ് ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് C പ്രദീപ് കുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചത്.